മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലെ 26/2026 നമ്പർ റിമാൻഡ് തടവുകാരനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പോൾ അഴിക്കുള്ളിലായത് മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിലാണ്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിലും അന്വേഷണത്തോട് സഹകരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായില്ല. വിവാഹിതയെന്ന് അറിയാതെയാണ് യുവതിയുമായി അടുത്തതെന്നാണ് ജാമ്യ ഹർജിയിൽ രാഹുലിന്റെ വാദം. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ ചേരുന്നു. ഷിജോ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ജയിലിലാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ബി ദിലീപ് കുമാർ, മൂന്നാം ലൈംഗിക പീഡന പരാതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ രാത്രി പാലക്കാട് നിന്ന് കസ്റ്റഡിയിലെടുത്ത് പത്തനംതിട്ടയിൽ കൊണ്ടുവന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ ജയിലിലായിരിക്കുന്നത്. മാവേലിക്കര ജയിലിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തരത്തിലും ഈ അന്വേഷണവുമായിട്ടോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിൽ ഒരു തരത്തിലും ഒരു സഹകരിക്കുന്ന സമീപനം സ്വീകരിച്ചിരുന്നില്ല. ഈ ചോദ്യം ചെയ്യലിലൊക്കെ എല്ലാം തന്റെ അഭിഭാഷകൻ കോടതിയിൽ പറയുമെന്നുള്ള മറുപടി പറഞ്ഞുകൊണ്ട് ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. അതല്ലാതെ മറ്റൊന്നും തനിക്ക് പറയാനില്ല, ബാക്കിയെല്ലാം അഭിഭാഷകൻ പറയുമെന്നുള്ള ഒരു നിഷേധാത്മക സമീപനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിച്ചത്. ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു വിവരമെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ജാമ്യ ഹർജിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് യുവതി വിവാഹിതയാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നു. വിവാഹിതയാണെന്ന് അറിഞ്ഞതിന് പിന്നാലെ താൻ ബന്ധത്തിൽ നിന്ന് പിന്മാറി, അതല്ലാതെ പിന്നീട് നിർബന്ധിച്ചുകൊണ്ട് യുവതിയുടെ അടുത്തേക്ക് പോയില്ല. യുവതി വിവാഹിതയാണെന്ന് അറിയാതെയാണ് ഈ യുവതിയുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചതെന്നും ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നുമൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു വിചിത്രമായിട്ടുള്ള ആരോപണം എന്ന് പറയുന്നത് ഈ യുവതിയെ കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവല്ലയിൽ ഹോട്ടൽ മുറി ബുക്ക് ചെയ്യിപ്പിച്ചുവെന്ന് ആ അതിജീവിത പോലീസിൽ SITക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിനെ അങ്ങനെയല്ല, യുവതിയാണ് തിരുവല്ലയിലെത്തി ആ റൂം ബുക്ക് ചെയ്തിട്ട് തന്നെ വിളിച്ചതെന്നുള്ള കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. എന്തായാലും അങ്ങേയറ്റം ഈ യുവതി പറയുന്ന മുഴുവൻ കാര്യങ്ങളെയും ഖണ്ഡിക്കുന്ന തരത്തിലുള്ള ആ മറുവാദം ഉയർത്തിക്കൊണ്ടാണ് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. നാളെ മജിസ്ട്രേറ്റ് ഈ ജാമ്യ ഹർജി പരിഗണിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എത്രാമത്തെ കേസായിട്ടാണ് ഇത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. നാളെ എന്തായാലും ജാമ്യ ഹർജി പരിഗണിക്കും. സ്വാഭാവികമായിട്ടും കീഴ്ക്കോടതി ആയതുകൊണ്ട് തന്നെ ഈ ജാമ്യ ഹർജി തള്ളാനുള്ളൊരു സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത്. കാരണം അത്രയും കണ്ടുള്ള തെളിവുകൾ നിലവിൽ SIT ശേഖരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് രാഹുലിന്റെ ജാമ്യ ഹർജി തള്ളിയാൽ രാഹുലിന്റെ അഭിഭാഷക സംഘം ജില്ലാ കോടതിയെ സമീപിക്കും. എന്തായാലും രാഹുലിന് കുറേയധികം നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. അങ്ങേയറ്റം സാധ്യമായ എല്ലാ തെളിവുകളും SIT ശേഖരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ശാസ്ത്രീയ സാഹചര്യ തെളിവുകൾ കൂടി മാത്രം SITക്ക് ശേഖരിച്ചാൽ മതി. അതിലേക്ക് വളരെ വേഗം കടക്കാനാണ് SIT തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി കസ്റ്റഡി അപേക്ഷ SIT നാളെ കൊടുക്കുമെന്നുള്ള ചില സൂചനകൾ കൂടി ലഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അക്കാര്യം കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തത വരുത്തി നൽകാൻ കഴിയും. ബി ദിലീപ് കുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.